വിവിധ ഇന്ത്യൻ ഭാഷകളിലായി ഏറ്റവും അധികം പാട്ടുകൾ പാടിയതിന് ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ച ഗായിക. 60, 70, 80കളിൽ തെന്നിന്ത്യയിലെ എല്ലാ നായികമാരുടെയും ശബ്ദമായ ഗായിക. തേൻകിലുങ്ങുന്ന മധുരസ്വരം, ഭാവസംഗീത പെരുമഴ പൊഴിക്കുന്ന ശബ്ദം, നമ്മുടെ പി സുശീലാമ്മ. സുശീലാമ്മയുടെ സ്വരം വരമായി കിട്ടിയ 50 നായികമാരെ കുറിച്ചാണ് ഈ വീഡിയോ. പി സുശീല ആൻഡ് 50 ഹീറോയിൻസ്. അപ്പോ ലെറ്റസ് സ്റ്റാർട്ട്. നമ്പർ 1 ശാരദ. ശാരദാമ്മയ്ക്ക് വേണ്ടി മലയാളത്തിൽ തന്നെ എത്രയധികം മനോഹര ഗാനങ്ങളാണ് സുശീലാമ്മ പാടിയത്. കൂടാതെ തമിഴ്, തെലുഗു, കന്നഡ എന്നീ 4 ഭാഷകളിലും ശാരദയ്ക്കായി പി സുശീല പാടിയിട്ടുണ്ട്. നമ്പർ 2 ഷീല. ഈ പാട്ടിന് മികച്ച ഗായികയ്ക്കുള്ള കേരള സംസ്ഥാന പുരസ്കാരം സുശീലാമ്മയ്ക്ക് ലഭിച്ചു. ഷീല പി സുശീല കോംബോയിലും ഒരുപാട് മനോഹര ഗാനങ്ങളുണ്ട്. നമ്പർ 3 ജയഭാരതി. ജയഭാരതിക്ക് വേണ്ടി മലയാളത്തിൽ 100 കണക്കിന് ഗാനങ്ങൾ സുശീലാമ്മ പാടിയിട്ടുണ്ട്. നമ്പർ 4 വാണിശ്രീ. പി സുശീലയ്ക്ക് ആദ്യം നാഷണൽ അവാർഡ് ലഭിക്കുന്നത് ഉയർന്ന മനിതൻ എന്ന സിനിമയിലെ ഈ പാട്ടിനാണ്. നമ്പർ 5 KR വിജയ. നമ്പർ 6 വിജയശ്രീ. നമ്പർ 7 പത്മിനി. നമ്പർ 8 പത്മിനിയുടെ അനിയത്തി രാഗിണി. നമ്പർ 9 ലക്ഷ്മി. ലക്ഷ്മിക്ക് വേണ്ടി മലയാളം, തമിഴ്, തെലുഗു, കന്നഡ ഭാഷകളിൽ സുശീലാമ്മ പാടിയിട്ടുണ്ട്. നമ്പർ 10 തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ജയലളിത. ഈ പാട്ടിനും പി സുശീലയ്ക്ക് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ചു. നമ്പർ 11 നന്ദിത ബോസ്. നമ്പർ 12 സാവിത്രി. തമിഴിലെ കൾട്ട് ക്ലാസിക് സോങ് ആയ ഈ പാട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിലെ എന്റെ ഏറ്റവും ഫേവറേറ്റ് തമിഴ് പാട്ടാണ്. നമ്പർ 13 ഷൗക്കർ ജാനകി. എന്ത് രസമായി പാട്ട് കേൾക്കാൻ. നമ്പർ 14 കനകദുർഗ. നമ്പർ 15 സരോജ ദേവി. ഇതും എന്റെ ഫേവറേറ്റ് ആണ്. നമ്പർ 16 വിധുബാല. നമ്പർ 17 സീമ. 18 അനശ്വരയായ ശോഭ. 19 ജയപ്രദ. ഈ പാട്ടിന് 1978 ദേശീയ അവാർഡ് ലഭിച്ചു. നമ്പർ 20 ശ്രീദേവി. ശ്രീദേവിക്ക് വേണ്ടി തമിഴ്, തെലുഗു, മലയാളം ഭാഷകളിൽ സുശീലാമ്മ പാടിയിട്ടുണ്ട്. നമ്പർ 21 സിൽക്ക് സ്മിത. സിൽക്ക് സ്മിതയ്ക്ക് വേണ്ടിയുള്ള പതിവ് സെക്സി ഗാനങ്ങളിൽ നിന്നും വിരുദ്ധമായിട്ട് മനോഹരമായിട്ടുള്ള 2 ഗാനങ്ങൾ മലയാളത്തിലും തമിഴിലും സുശീലാമ്മ സമ്മാനിച്ചിട്ടുണ്ട്. അങ്ങാടിയിലെ ഈ ഒപ്പനപ്പാട്ട്,
22 ജയസുധ. ഈ പാട്ടിന് 1982 മികച്ച ഗായികയ്ക്കുള്ള നാഷണൽ അവാർഡ് ലഭിച്ചു. നമ്പർ 23 പൂർണിമ ജയറാം. 24 സുജാത. ഈ ഗാനത്തിനും 83 മികച്ച ഗായികയ്ക്കുള്ള നാഷണൽ അവാർഡ് ലഭിച്ചു. 25 ഉർവശി. ഉർവശിക്ക് കുട്ടിയായിരിക്കുമ്പോഴേ സുശീലാമ്മയുടെ പാട്ടിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. 26 സെറീന വഹാബ്. 80കളിലെ പാൻ ഇന്ത്യൻ നായികയായിരുന്ന സെറീന വഹാബിന് മലയാളം തെലുഗു ഭാഷകളിൽ സുശീലാമ്മ പാടിയിട്ടുണ്ട്. 27 അംബിക. 28 മേനക. 29 സരിത. മലയാളം, തമിഴ്, തെലുഗു, കന്നഡ എന്നിങ്ങനെ 4 ഭാഷകളിലും സുശീലാമ്മ സരിതയ്ക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. നമ്പർ 30 പ്രമീള ജോഷി. 1984 ഇറങ്ങിയ വൈദേഹി കാത്തിരുന്നാൾ എന്ന പാട്ടിലെ ഈ പാട്ടിന്റെ ജയചന്ദ്രൻ പാടിയ വേർഷനാണ് കൂടുതൽ ജനപ്രീതി ആർജിച്ചത്. പക്ഷേ എനിക്ക് പേഴ്സണലി സുശീലാമ്മയുടെ ഈ വേർഷൻ ഭയങ്കര ഇഷ്ടമാണ്. കന്നഡ നടിയായ പ്രമീള ജോഷിയാണ് ഈ പാട്ടിൽ അഭിനയിച്ചിരിക്കുന്നത്. പ്രമീള ജോഷിയുടെ മകളെ നമ്മൾ അറിയും. നമ്മുടെ യക്ഷിയും ഞാനും, ബ്യൂട്ടിഫുൾ, മെമ്മറീസ് തുടങ്ങി കുറേയധികം മലയാള സിനിമകളിൽ നായികയായ മേഘന രാജ്. നമ്പർ 31 രോഹിണി. 32 മാധവി. മാധവിക്കും 4 തെന്നിന്ത്യൻ ഭാഷകളിലും സുശീലാമ്മ പാടിയിട്ടുണ്ട്. 33 സുമലത. 34 സുഹാസിനി. സുഹാസിനിക്ക് തമിഴ്, തെലുഗു ഭാഷകളിൽ സുശീല പാടിയിട്ടുണ്ട്. 35 രേവതി. 36 രാധിക. നമ്പർ 37 രാധ. 38 നദിയ മൊയ്തു. 39 രേഖ. 40 ഗീത. ഗീതയ്ക്ക് മലയാളം, തമിഴ്, തെലുഗു ഭാഷകളിൽ പി സുശീല പാടിയിട്ടുണ്ട്. 41 ശോഭന. തിരുവിതാംകൂർ സഹോദരിമാരായ പത്മിനി, രാഗിണി എന്നിവർക്ക് വേണ്ടി സുശീലാമ്മ പാടിയത് നമ്മൾ പറഞ്ഞു. അവരുടെ മരുമകളായ ശോഭനയ്ക്ക് വേണ്ടിയും പി സുശീലാമ്മ പാടിയിട്ടുണ്ട്. അതും മലയാളം, തമിഴ്, തെലുഗു എന്നീ 3 ഭാഷകളിലും ശോഭനയ്ക്ക് വേണ്ടി പി സുശീല പാടി. ജാനകിയമ്മയുടെ പോലെ തന്നെ സുശീലാമ്മയുടെ സ്വരവും ശോഭനയ്ക്ക് നല്ല മാച്ചാണ്. 42 ഗൗതമി. ഇളയരാജ പി സുശീല കോംബോയിലുള്ള ചില മികച്ച ഗാനങ്ങൾ ഗൗതമിക്ക് ലഭിച്ചിട്ടുണ്ട്. 43 ഭാനുപ്രിയ. 44 സുകന്യ. 45 ശ്രീവിദ്യ. ശ്രീവിദ്യയ്ക്ക് മലയാളം, തമിഴ്, തെലുഗു ഭാഷകളിൽ സുശീലാമ്മ പാടിയിട്ടുണ്ട്. 46 കനക.
47 വിജയശാന്തി. 48 ഖുഷ്ബു. 49 കസ്തൂരി. AR റഹ്മാൻ സുശീല കോംബോയിലെ ഈ മനോഹരമായ ഗാനം കസ്തൂരിക്കാണ് ലഭിച്ചത്. 50 നമ്മുടെ സുകുമാരി അമ്മയ്ക്ക് വേണ്ടി പി സുശീല പാടിയ ഈ ഒരു പാട്ടോടുകൂടി വീഡിയോ പൂർണ്ണമാക്കാം. കന്നഡ, തെലുഗു ഭാഷകളിലെ സുശീലാമ്മയുടെ ഒരുപാട് ഹിറ്റ് ഗാനങ്ങൾ ഉണ്ടെന്നറിയാം. എല്ലാം എനിക്ക് പേഴ്സണലി അറിയില്ല. അവിടുത്തെ ചില പഴയ നായികമാരെയും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. 50 എന്ന നമ്പറിനുള്ളിൽ ചുരുക്കി ഉൾപ്പെടുത്താൻ പറ്റിയ മാക്സിമം ഉൾപ്പെടുത്തി എന്ന് മാത്രം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാ.